ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെത്ലഹേം ടിവിയുടെ സോഷ്യൽ പൾസിലേക്ക് ഏവർക്കും സ്വാഗതം. സൺഡേ ശാലോമിൽ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കപ്പെട്ട പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തയാണ് ഇന്ന് പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വ്യാജ മതനിന്ദ ആരോപിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയും ജയിലിലെ കൊടിയ പീഡനത്തിനിടയിലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ കഴിച്ചുകൂട്ടിയ നാളുകളും ഒടുവിൽ തടവറയിൽ പൗലോസിന്റെയും ശീലാസിന്റെയും സമാനമായ തടവറയിലെ ഭൂകമ്പം എന്ന ദൈവിക അനുഭവം ഉണ്ടാകുകയും ഒടുവിൽ അത്ഭുതകരമായി ജയിൽ മോചിതരായി ഇപ്പോഴും ജീവിക്കുന്ന ദൈവത്തിനായി യേശുവിനായി ജീവിക്കുന്ന ദമ്പതികളായ ഷാഗുഫ്ത കൗസറും ഭർത്താവ് ഷാഫ്ഗത്ത് ഇമ്മാനുവേലിനെയും കുറിച്ചുള്ള ഉജ്ജ്വല ദൈവസാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. യേശുവിനെ നിന്ദിച്ചാൽ തന്നെ മോചിപ്പിക്കാമെന്ന അധികാരികൾ പറഞ്ഞെന്നും എന്നാൽ തന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ തള്ളിപ്പറയില്ല എന്നായിരുന്നു അവർക്ക് നൽകിയ മറുപടിയെന്നും വ്യാജ ദൈവനിന്ദ കേസിൽ ശിക്ഷിക്കപ്പെട്ട 7 വർഷം ജയിലിൽ കഴിഞ്ഞ പാകിസ്ഥാൻ ക്രിസ്ത്യാനിയായ ഷാഗുഫ്ത കൗസർ ടു ദ ചർച്ച് ഇൻ നീഡിന്റെ 2005 മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങിലാണ് അവർ ഇക്കാര്യം പങ്കുവച്ചത്. ആ സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ തന്നെ മോചിപ്പിക്കാമെന്ന പാകിസ്ഥാനിലെ അധികാരികൾ വ്യക്തമാക്കി. ഒക്ടോബർ 21 നടന്ന പരിപാടിയിലായിരുന്നു ഷാഗുഫ്തയുടെ ഈ വെളിപ്പെടുത്തൽ. എന്നാൽ അവർ പറഞ്ഞത്, യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഞാൻ അവനെ നിഷേധിക്കില്ല. ഷാഗുഫ്ത കൗസറിനെയും ഭർത്താവ് ഷഖ്ഫത്ത് ഇമ്മാനുവേലിനെയും 2013 ദൈവനിന്ദ ആരോപിച്ച് പാകിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും കാലമായിരുന്നു. എന്റെ വിശ്വാസം മൂലമുള്ള പീഡനമായിരുന്നു അതെന്നാണ് ഷാഗുഫ്തയുടെ പ്രഖ്യാപനം. അന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് പുറത്ത് ഷാഗുഫ്തയ്ക്കും ഷഖ്ഫത്ത് ഇമ്മാനുവേലിനും മരണം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ഷഗുഫ്തയ്ക്കും തളർവാദം ബാധിച്ച ഭർത്താവിനും ദൈവനിന്ദ കുറ്റത്തിന് കോടതി വധശിക്ഷയാണ് അന്ന് വിധിച്ചത്. തുടർന്ന് അവരെ വ്യത്യസ്തങ്ങളായ ജയിലുകളിൽ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരുന്നത്. ജയിലിൽ കഴിഞ്ഞ സമയത്ത് ഷഗുഫ്തയ്ക്ക് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളുടെ ഭാഗമായി സംസാരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം ഷഗുഫ്ത നഷ്ടമാക്കിയില്ല. എനിക്ക് ജീവിതത്തിൽ ഒരു അവസരം തരണമെന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കാരണം എന്റെ കുട്ടികളെ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഷഗുഫ്ത വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി. ഒരു കുരിശും കർത്താവിനെയും ഞാൻ കണ്ടു. അവൻ എന്നെ സുഖപ്പെടുത്തി. ആ സെല്ലിൽ വെച്ച് അവൻ എനിക്ക് നൽകിയ ജീവിതത്തിനായി ഞാൻ കർത്താവിനെ കുമ്പിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. തുടർന്ന് ജയിലിൽ വെച്ചുണ്ടായ ദൈവാനുഭവം ഷഗുഫ്ത വിശദീകരിക്കുന്നു. ഒരു ദിവസം ബൈബിൾ വായിക്കുമ്പോൾ പൗലോസും ശീലാസും ജയിലിലായിരുന്ന സമയത്ത് ഭൂകമ്പമുണ്ടായി വാതിലുകൾ തുറന്ന സംഭവമാണ് എനിക്ക് ലഭിച്ചത്. ഞാനത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു യഥാർത്ഥ ഭൂകമ്പം ആ ജയിലിൽ അനുഭവപ്പെട്ടു. എല്ലാം കുലുങ്ങുകയായിരുന്നു. കാവൽക്കാർ നിലവിളിച്ചു. തുടർന്ന് ഷഗുഫ്തയുടെ മോചനത്തിലേക്ക് നയിച്ച മറ്റൊരു ഭൂകമ്പവും ആ ജീവിതത്തിൽ സംഭവിച്ചു. അത് എന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹോളണ്ടിൽ നിന്നുള്ള ഒരു നിവേദനമായിരുന്നു. ഒരു ദിവസം കൊണ്ട് 16,000 പേർ നിവേദനത്തിൽ ഒപ്പുവെച്ചു. അത് പാകിസ്ഥാൻ എംബസിയിൽ എത്തിക്കുകയുണ്ടായി. തുടർന്ന് യൂറോപ്യൻ പാർലമെന്റ് 600-ലധികം വോട്ടുകളോടെ ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. തങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനെ യൂറോപ്യൻ യൂണിയൻ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. നിവേദനത്തിൽ ഒപ്പുവെച്ചവരിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി വാദിച്ചവരിലും നിരവധി മതേതര വ്യക്തിത്വമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇത് തങ്ങൾക്ക് ഒരു അത്ഭുതമായിരുന്നുവെന്ന് ഷഗുഫ്ത പറയുന്നു. താമസിയാതെ ഷഗുഫ്തയെയും ഷഖ്ഫത്ത് ഇമ്മാനുവേലിനെയും മോചിപ്പിക്കുകയും കുട്ടികളുമായി അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. അവർക്ക് പാകിസ്ഥാൻ സർക്കാർ പിന്നീട് സംരക്ഷണം നൽകി. ഒടുവിൽ പാകിസ്ഥാൻ വിട്ട ഷഗുഫ്തയും ഷഖ്ഫത്തും ഇപ്പോൾ സ്വതന്ത്രരായി പുതിയൊരു ദേശത്ത് താമസിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മറ്റ് ക്രൈസ്തവർക്ക് വേണ്ടി അവർ വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോലിയിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്
ഈ ദമ്പതികൾ. കൊടിയ മതപീഡനവും വ്യാജ മതനിന്ദ ആരോപണവും പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് നേരെ ദിനംപ്രതി ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനായി തളരാതെ അണയാതെ ജ്വലിക്കുന്ന ഇത്തരം ചില മനുഷ്യർ അവിടെയുണ്ട്. അവരാണ് യേശുവിന്റെ പോരാളികൾ. അവരാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ സന്ദേശവാഹകർ. കാരണം സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നുള്ള സുവിശേഷ പ്രഘോഷണമല്ല അവർ നടത്തുന്നത്. മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നിമിഷങ്ങളാണ് അവർ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഉരുകി തീർക്കുന്നത്. ഈ ജീവിതങ്ങൾ എല്ലാവർക്കും ഒരു പാഠപുസ്തകമായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവരെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ പൾസ് അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.